Hello, welcome to Inglitora. BA ഇംഗ്ലീഷ് ജേണി ത്രൂ ദ വേൾഡ് ഓഫ് പോയട്രിയിലെ യൂണിറ്റ് ആയിട്ടുള്ള ഗ്രാസസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രാസസ് എഴുതിയിട്ടുള്ളത് ജലാലുദ്ദീൻ റൂമിയാണ്. റൂമി എന്ന് പറഞ്ഞ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 1207 അദ്ദേഹത്തിൻ്റെ ജനനം. മെവ്ലവി ഓർഡർ എന്ന ഇസ്ലാമിക ആത്മീയ സംഘടന തുടങ്ങിയത് റൂമിയാണ്. സൂഫിസം മേഖലയിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരാളാണ് റൂമി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും കൃതികളും പേർഷ്യൻ സാഹിത്യത്തെയും മിസ്റ്റിക് കവിതകളൊക്കെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്നും അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഒരുപാട് പേര് ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ട്. ജലാലുദ്ദീൻ റൂമിയുടെ ഗ്രാസസ് എന്ന കവിത ഡീപ്ലി ഫിലോസഫിക്കലും സ്പിരിച്വലും ആയിട്ടുള്ളതാണ്. സൂഫിസത്തിൻ്റെ പ്രധാന ആശയങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഈ കവിതയിൽ. ഡിവൈൻ ലവ്, സ്പിരിച്വൽ അവേക്കനിങ്, ജേണി ടു ദി ഗോഡ് എന്നിവയെക്കുറിച്ചൊക്കെയാണ് ഇതിൽ കൂടുതലും പറയുന്നത്. ഈ കവിതയിൽ ഗ്രാസ് എന്ന ഇമേജ് ഉപയോഗിച്ചിട്ട് ലൈഫ്, ഡെത്ത്, റീബർത്ത്, ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയുള്ള ആശയങ്ങളെയാണ് കാണിക്കുന്നത്. ഗ്രാസ് എങ്ങനെയാണോ മനുഷ്യ ജീവിതത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് നമുക്കിതിൽ നോക്കാം. പുല്ല് എങ്ങനെയാണോ ഭൂമിയിൽ വളരുന്നത്, കുറച്ചു കാലം അത് പച്ചയായിട്ട് മനോഹരമായിട്ട് നിൽക്കുന്നതും പിന്നെ അത് ഉണങ്ങി നശിക്കുന്നതും പോലെയാണ് മനുഷ്യജീവിതം എന്നാണ് അദ്ദേഹം പറയുന്നത്. റൂമിയുടെ അഭിപ്രായത്തിൽ മരണം എന്ന് പറഞ്ഞാൽ അതൊരു അവസാനമല്ല, അതൊരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്കുള്ളൊരു മാറ്റം മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു പ്രധാന സൂഫി ബിലീഫിനെയാണ് കാണിക്കുന്നത്. അതായത് നമ്മളെ ബോഡി എന്ന് പറഞ്ഞാൽ അത് ടെമ്പററിയാണ്, പക്ഷേ സോളാണ്, എറ്റേണലാണ്. ഒരിക്കലും മരണശേഷവും ബോഡി നശിച്ചു പോയാലും സോള് അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക എന്നാണ് റൂമി പറയുന്നത്. കവിതയിലെ മറ്റൊരു പ്രധാന ആശയം എന്തെന്ന് വെച്ചാൽ അത് റീബർത്ത് ആൻഡ് റിന്യൂവലാണ്. എങ്ങനെയാണോ പുല്ല് നശിച്ചത് മണ്ണിൽ അലിഞ്ഞു ചേരുന്നത്, അതിലൂടെ പുതിയ പുല്ല് വളരാൻ സഹായിക്കുന്നു. അതായത് ഡിസ്ട്രക്ഷൻ പോലും പുതിയ ജീവിതം സൃഷ്ടിക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ മനുഷ്യരും സ്ട്രഗിൾസും സഫറിങ്സും ഒക്കെ എല്ലാം സ്പിരിച്വൽ ഗ്രോത്തിലേക്കാണ് എല്ലാം നയിക്കുന്നത്. കവിത സെൽഫ് പ്യൂരിഫിക്കേഷനെ കുറിച്ചും പറയുന്നുണ്ട്. സൂഫി ഫിലോസഫി പ്രകാരം പ്രൈഡ്, ഈഗോ, ഗ്രീഡ് അങ്ങനെ മെറ്റീരിയൽ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഒഴിവാക്കിയാൽ മാത്രമേ ഉള്ളൂ ഒരാൾ സ്പിരിച്വൽ പ്യുവറായി മാറുക. ഗ്രാസ് വീണ്ടും വളരാൻ അത് ആദ്യം ഇല്ലാതെയാകേണ്ടതുപോലെ മനുഷ്യരും നെഗറ്റീവ് ക്വാളിറ്റീസൊക്കെ വിട്ട് കളയണം, എന്നാലേ ആണ് പുതിയൊരു ജീവിതം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. റൂമി മരണത്തെ വളരെ പോസിറ്റീവായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പലർക്കും മരണം ഒരു പെയിൻഫുൾ എൻഡിങ് ആണെന്നാണ് തോന്നുന്നത്, പക്ഷേ റൂമിക്ക് അതൊരു ഡിവൈൻ ബ്ലെസ്സിങ് ആണ്. സോൾ തൻ്റെ ക്രിയേറ്ററിലേക്ക് മടങ്ങുന്ന ഒരു അവസരമാണ് മരണം. അതുകൊണ്ട് തന്നെ മരണത്തെ ഒരിക്കലും ഭയക്കാതെ ദൈവത്തിൻ്റെ അറിവിനെ വിശ്വസിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കവിത യൂണിറ്റി ഓഫ് എക്സിസ്റ്റൻസ് എന്ന ആശയവും പറയുന്നുണ്ട്. ഗ്രാസ്, ഹ്യൂമൻ ലൈഫ്, ഡെത്ത് എല്ലാം ദൈവത്തിൻ്റെ കഴിവാണെന്നും അതിനോട് കണക്റ്റഡ് ആണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇനി കവിതയുടെ ടോണ് നോക്കാം. ദ ടോൺ ഓഫ് ദ പോയം ഈസ് കാം, കംഫർട്ടിങ് ആൻഡ് ഹോപ്പ്ഫുൾ. ഇറ്റ് റിയഷോഴ്സ് റീഡേഴ്സ് അബൌട്ട് ദ നാച്ചുറൽ സൈക്കിൾ ഓഫ് ലൈഫ്. കാമായിട്ടുള്ള രീതിക്കാണ് കവിതയിൽ ആശയങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് മനുഷ്യൻ്റെ ഒരു നാച്ചുറൽ സൈക്കിൾ ഓഫ് ലൈഫിനെ റിയഷോർ ചെയ്യാണ് ഈ കവിതയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോണ് ഒരു റിയഷോറിങ് ടോണായിട്ട് നമുക്ക് കണക്കാക്കാം. മെയിൻ സിമ്പിൾസ് ഓഫ് ദ പോയം നോക്കാം. ഗ്രാസ് ആണ് ഇതിൽ മെയിൻ സിമ്പിളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഹംബിൾ ഹ്യൂമൻ ബീങ്സ് ആണ് ഗ്രാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ട്രീസ് ആണ്. ട്രീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈഡും സ്ട്രെങ്ത്തൊക്കെയാണ്. വിൻഡ് എന്ന് പറഞ്ഞാൽ ഡിവൈൻ പവറാണ്. ഓഷ്യൻ ഗോഡ്സ് ഇൻഫിനിറ്റ് പവർ ആൻഡ് സ്ട്രോസ് മീൻസ് ആൾ ലിവിങ് ബീങ്സ് കൺട്രോൾഡ് ബൈ ഡിവൈൻ ഫോഴ്സ്. ഇത്രയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മെയിൻ സിമ്പിൾസ്. മെയിൻ തീംസ് ഓഫ് ദ പോയം. ഹ്യൂമിലിറ്റി. The poem highlights the importance of being humble. Next is power of weakness. സ്ട്രെങ്ത് അല്ല, സോഫ്റ്റ്നെസ്സും ഫ്ലെക്സിബിലിറ്റിയാണ് സ്ട്രെങ്ത് എന്നാണ് പോയത്തിലൂടെ കാണിക്കുന്നത്. പിന്നെ സൂഫിസം ബേസ്ഡായിട്ടുള്ള ഡിവൈൻ പവർ. ഗോഡാണ് എല്ലാത്തിനേക്കാൾ കൺട്രോൾ ചെയ്യുന്നത്. യൂണിവേഴ്സ് മൊത്തം ഗോഡിൻ്റെ കൺട്രോളിലാണെന്നുള്ള വിശ്വാസം. ആൻഡ് നെക്സ്റ്റ് ഈസ് റിയാലിറ്റി വേഴ്സസ് അപ്പിയറൻസ്. സ്പിരിച്വൽ ട്രൂത്ത് ഈസ് ഗ്രേറ്റർ ദാൻ ഫിസിക്കൽ ഫോം. സറണ്ടർ ടു ഗോഡ്. ഹ്യൂമൻസ് മസ്റ്റ് സബ്മിറ്റ് ടു ഗോഡ്സ് വിൽ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് മനുഷ്യന് സബ്മിറ്റ് ചെയ്യേണ്ടത്. യൂണിറ്റി ഓഫ് ക്രിയേഷൻ. എല്ലാ ഹ്യൂമൻസും ദൈവത്തിൻ്റെ ക്രിയേഷനാണ്. ആൻഡ് സൈക്കിൾ ഓഫ് എക്സിസ്റ്റൻസ്. ലൈഫ് കണ്ടിന്യൂസ് എൻഡ്ലെസ്ലി ത്രൂ
ഡിവൈൻ മൂവ്മെൻറ്റ്. എല്ലാത്തിലും ദൈവത്തിൻ്റെ കരങ്ങളുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് ഇതിൽ മെയിൻ തീം. ആൻഡ് നെക്സ്റ്റ് ഈസ് എ സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് ആൾസോ ലൈക്ക് ദാറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പോയത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.